പിന്നില്ല മൈന, നോണ മൈന, അതൊക്കെ ചെയ്യാറുണ്ട്. എനിക്കേ കൺട്രോൾ കിട്ടുന്നില്ല, പിന്നെ ഹോട്ടലിന് കൺട്രോൾ കിട്ടുമോ? ചേച്ചിക്കേ കൺട്രോൾ കിട്ടുന്നില്ല. അല്ല പിന്നെ എന്റെ പൊന്നു മൈനോ, ചേച്ചിക്കേ കൺട്രോൾ കിട്ടുന്നില്ല, പിന്നെ അല്ലേ ഓളൂന്ന്. ഹലോ, ആ അല്ല ഫ്രീ ആണല്ലോ. അതെ, ബുർജുമാല്. നോക്കാം. ഹോണയുടെ സത്യസന്ധം. ഇപ്പൊ നമ്മൾ ഇനിയിപ്പൊ ഇൻബോക്സ് ഫുൾ പെണ്ണുങ്ങളാവോ? ഹോണയുടെ സത്യസന്ധമായിട്ട് പറയും. ഹോണെന്നോട് പറയില്ല. ഹോണ്ടേട്ടാ സത്യം പറ. ഓ അയ്യോ അയ്യോ, ഇതുവരെയായിട്ട് ഹോണയുടെ സർവം ചെയ്തിട്ടില്ല. ഇത് ഞാൻ പറഞ്ഞു വിശ്വസിക്കില്ല. ആണുങ്ങളുടെ സൈക്കോളജി മുമ്പ് എനിക്കറിയാം. അപ്പൊ പട്ടു വേവളു എലവേറീസ ഓക്കെ, ഹോള് ചെയ്യുന്നുണ്ട്. മൈനോ അപ്പൊ ഹോള് ചെയ്യുന്നുണ്ട്. വിട്ടു, ഹോള് പറഞ്ഞിട്ടില്ല, അത് വിടുന്നു. അപ്പൊ ചെയ്യുന്നുണ്ട്, അപ്പൊ അത് വിട്ടോ. കണ്ട, അതാണ് അങ്ങനെ പറയണം. അങ്ങനെ പറയണം. പറഞ്ഞിട്ടാ നിങ്ങൾ ജമ്മുവിനോട് പറഞ്ഞു, അവനും വിടാറുണ്ട് തോന്നുന്നു. അവനും വികാരം ഉണ്ടാവും വെച്ച്. പക്ഷെ അവൻ എന്നെ ആലോചിച്ചേട്ട വിടുള്ളൂ. അത് പറഞ്ഞു. അച്ചായനും വിടാറുണ്ട്. അപ്പൊ അത് വിട്. അയ്യോ അയ്യ, എന്റെ മെമ്മറീസോ. ഇന്ന് ഞാൻ കുറച്ചൊക്കെ ചെയ്യണില്ല. ഞാൻ ഒരുപാട് വട്ടം ലാസ്റ്റ് കരഞ്ഞു. ഞാൻ എൻ്റെ വിവിയേട്ടനെ കുറിച്ച് ആലോചിച്ച് ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു. ലാസ്റ്റ് വിവിയേട്ടാന്ന് വിളിച്ചു. വേറെ വഴിയില്ല, വേറെ ആരെക്കുറിച്ച് കളയും. ഇന്നത്തെ വിഷയം ഇതായിക്കോട്ടെ. അയ്യോ, എൻ്റെ മൈനു, നമുക്കൊരു ഭർത്താവ് ഉണ്ടെന്ന് വെച്ചോ. ഭർത്താവ് നമ്മുടെ കൂടെ ഉണ്ടാവും. നമുക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ടെന്ന് വെച്ചോ. നമ്മൾ കണ്ടിട്ടില്ല, നമ്മൾ ഫോണിൽ സംസാരിച്ചു. ബോയ് ഫ്രണ്ടും ഭർത്താവും വെവ്വേറെയാ. എപ്പോഴും നമ്മുടെ കൂടെ ഭർത്താവ് ഉണ്ടാകണമെന്നില്ല, ഓഫീസിലായിരിക്കും. ഞാൻ അടിപൊളി. നമ്മൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി, നമ്മുടെ ബോയ് ഫ്രണ്ട് അല്ലെങ്കിൽ നമ്മുടെ ബെസ്റ്റ് സംസാരിച്ച് കുളിക്കുമ്പോ കിടക്കുമ്പോ നമ്മളെ മനസ്സിൽ അവൻ ആലോചിച്ച് ടെൻഷൻ അടിച്ച് ഇരിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ഓർക്കുക നമ്മുടെ ബോയ് ഫ്രണ്ടിനെയോ അല്ലെങ്കിൽ നമ്മുടെ കാമുകനെയോ ആലോചിക്കുക. നമ്മൾ തൊട്ടിങ്ങനെ കുറെ ഉള്ളിലോട്ട് കയറി. എനിക്കിഷ്ടമല്ല ഒരിക്കലും ഫിഗർ, ഒരിക്കലും ലേഡീസിനെ ഉള്ളിലേക്ക് പ്രവേശിക്കരുത്. എനിക്കിഷ്ടമല്ല. എൻജോയ്. പൊക്കാവണം തന്നെ മനുഷ്യന്റെ മുന്നിൽ നിന്ന്. നിങ്ങൾ ഈ കഥ കേൾക്കണ്ട. പോ. ഫിലിപ്പീനുകളുടെ രാജാവ് പോ. ആശ്വസിച്ച് ഫിലിപ്പീനുകളുടെ ബോയ് ഫ്രണ്ട് വന്നിക്കണു. പോ. കല്ല് ഫിലിപ്പികളുടെ രാജാവ്. ഇക്ക ഫിലിപ്പീനുകളുടെ രാജാവ് അങ്ങനെ ഇവിടെ വന്നിരിക്കുന്നു. മുണ്ടാട് പൊയ്ക്കോ എൻ്റെ ലൈവിൽ നിന്ന്. അപ്പൊ നമ്മൾ എന്താ മെറീസോടും മൈനോടും എല്ലാവരോടും ലേഡീസ്, നമ്മൾ ഒരിക്കലും നമ്മുടെ ഫിഗർ ഉള്ളിൽ കയറ്റരുത്. അയ്യേ, അത് വേദന ഉണ്ടാവും. എനിക്കിഷ്ടമല്ല. ഞാൻ ഇതുവരെ എൻ്റെ ജീവിതത്തിൽ മൈന എൻ്റെ ഫിഗർ ഞാൻ ഉള്ളിൽ കയറ്റിയിട്ടില്ല. എനിക്കിഷ്ടമല്ല. എനിക്കത് ഇഷ്ടമല്ല. ഞാൻ തലോടും, അത്രേ ഉള്ളൂ. സെയിം
യെസ്, മൈനു ഞാനും അങ്ങനെയാ. എനിക്കിഷ്ടല്ല, ഇത്രയൊക്കെ പറഞ്ഞ എനിക്ക് പറയുമ്പളേ എനിക്കിഷ്ടല്ല. ഞാനും അങ്ങനെ ഫിഗർ കയറ്റത്തില്ല, ഫിഗർ ഉള്ളിൽ കയറ്റത്തില്ല. സോ ഇങ്ങനെ പുറത്തു കൂടെ ഇങ്ങനെ വെറുതെ ഒന്ന് ഇങ്ങനെ തലോടും, അത്രേ ഉള്ളൂ. ഉള്ളിൽ കയറ്റില്ല. പക്ഷെ നല്ല സുഖം കിട്ടും. ആ ലാസ്റ്റ് ആ ഓർക്കാസം പോകുമ്പോ ഉണ്ടല്ലോ, സൂപ്പറായിരിക്കും. കയറ്റില്ല, എനിക്കത് ഇഷ്ടമല്ല. നമുക്ക് ഇഷ്ടപ്പെട്ട വ്യക്തിനെ നമ്മൾ ആലോചിക്കുക. ഷോ മൈന അങ്ങനെയല്ലേ? മൈനു വേറെ എന്താ കയറ്റുന്നത്? അത് ഞാനും മൈനയും പുറത്തു കൂടെ തലോടുള്ളൂ. ഞാനും മൈനയും വേറെ ഒന്നും കേട്ടിട്ടില്ല. കാന്താരമുളക് എനിക്കിഷ്ടല്ല. ഞാനും മൈന അങ്ങനെ ചെയ്യാറ്. എൻ്റെ സെയിം. മൈന പുറത്തു കൂടെ ഇങ്ങനെ തലോടും. ഇങ്ങനെ തലോടിയിട്ട് കാര്യമില്ല, ഇങ്ങനെ അങ്ങനെ തലോടാം. സത്യം. കാതർക്ക് ഷെയർ ചെയ്യാം, കാതർക്ക് ഷെയർ ചെയ്യാം. അതുപോലെയല്ല. ഷെയർ ചെയ്തു. പൊളിയല്ലേ? സൂപ്പർ പറ്റുമോ? ഹണി പറ്റുമോ? എനിക്ക് തേൻ ഇഷ്ടമല്ല. തേനിനോട് താല്പര്യമില്ല, ഐസ്ക്രീമിനോട് താല്പര്യം. ആ മെറിസ മൈനു നമ്മൾ സത്യല്ലേ? ആ തുമ്പത്തിൽ ആ മുട്ടുമ്മ തലോടണം. അത് മതിയല്ലോ. പിന്നെ എന്തിനാ ഫിഗർ ഉള്ളിക്കൊണ്ടു പോണേ? ഹോളിന് മൂടായി പോയോ? അയ്യോ, അതിലൊരു ഉണ്ട്. ഡ്യൂട്ടിയിലാവും 4 to 5 ഫ്രീ ആവുമ്പോ. വെളുപ്പങ്ങനത്തെ ഡ്യൂട്ടി. പിസ്കോ ആയിട്ട് എന്താ പ്രശ്നം വിജി? പിസ്കോയോ? ഏത് പിസ്കോ? എനിക്കറിയില്ല എൻ്റെ പൊന്നു മോനെ. എൻ്റെ കസ്റ്റമർ തന്നെ നക്കിട്ടോ. ഞാൻ നക്കാൻ കൊടുക്കുന്ന ആളും അല്ല. എൻ്റെ ബോയ് ഫ്രണ്ട് നക്കിക്കണ്, അത് വലിയ കസ്റ്റമർ നക്കിയിട്ടില്ല ഇതുവരെയായിട്ടും. എനിക്കിഷ്ടമല്ല, ഞാൻ നക്കൻ്റെ ആളല്ല. ഓക്കെ, ഹോളും മിസ്സിങ്. വണ്ടി ഓടിക്കാവും. ഓണ്ടിട്ട് 6 മണി 7 മണി വരെ ഡ്യൂട്ടി അല്ലേ? ബിജി ഫുൾ കള്ളമ്മേ പറയൂ. ഞാനോ? എടാ ഞാൻ നേര് പറയൂടാ. നീ എന്തുകൊണ്ട് ചോദിച്ചോ? ഞാൻ നേര് പറയും. നീ ചോദിച്ചോ? ഞാൻ കള്ളോ? എൻ്റെ പെറ്റ അമ്മയാണ് സത്യം. എൻ്റെ മുത്തേ, ബീച്ചേച്ചി ഒരിക്കലും നുണ പറയില്ല. നീ ചോദിച്ചോ? അല്ല മെറീസ, അല്ല ബട്ടറോ? മേപ്പിള് ചോദിച്ചോ? എൻ്റെ മെറീസയും അല്ല എൻ്റെ ബട്ടറോ എവിടെ? ബട്ടർ ചോദിച്ചല്ല, ചോദിച്ചോ? ഞാൻ കള്ളത്തരം പറയത്തില്ല. എന്തിന് കള്ളത്തരം പറയണം? നീ ചോദിച്ചോ? മെറീസ വേറെ ഉണ്ടോ? ഞാൻ എന്തിനു കള്ളത്തരം പറയണം? നീ ചോദിച്ചോടാ. ഞാൻ നുണ പറയത്തില്ല. ഞാൻ ബിജിയാ. നീ നുണ പറയണം. പക്ഷെ എനിക്ക് നക്കൽ ഇഷ്ടമല്ല എന്ന്. അല്ല അല്ലേ? നക്കൽ വിജിക്ക് ഇഷ്ടമാണ്, അല്ലാതെ എല്ലാ ലേഡീസിനും ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് മത്സരം ഇഷ്ടമാണ്, ഇല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ആർക്കാ മത്സരം ഇഷ്ടമല്ലാത്തല്ല മൈന? എടാ എല്ലാവർക്കും മത്സരടി, എല്ലാ ലേഡീസിനും മത്സരം അടിക്കണത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം. എനിക്കിഷ്ടമാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, നമുക്ക് ഇഷ്ടപ്പെടുന്ന വ്യക്തി, നമുക്ക് തൃപ്തിപ്പെടുന്ന വ്യക്തി അവൻ ചെയ്യണം, എന്നാലേ ഇഷ്ടമുള്ളൂ. നമ്മളുടേതായ മാത്രം നമ്മളെ കെയർ ചെയ്യുന്ന ഒരാള്, ബോയ് ഫ്രണ്ട് ഹസ്ബൻഡ്, ഇവർ രണ്ടുപേരും ഉണ്ടായിക്കോട്ടെ. അല്ലാതെ എനിക്ക് വേറൊരു പുരുഷൻ ചെയ്യാൻ ഇഷ്ടമല്ല.
ആഹാ എനിക്ക് വലുതാ ഇഷ്ടം. സീരിയസ്ലി എനിക്ക് വലിയ കുണ്ണിയാ ഇഷ്ടം. ഇപ്പൊ കസ്റ്റമേഴ്സ് ചോദിക്കില്ലേ, കസ്റ്റമർ ഇതുവരെ എന്നോട് ചോദിക്കാറില്ല, ഞാൻ എടുക്കാറില്ല. അതെ, ഞാൻ എടുക്കാറില്ല, എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് കസ്റ്റമർ നിന്ന് കിട്ടുന്ന സുഖം വേണ്ട. അവന്മാരൊക്കെ തന്നെ ആകെ ഈ കസ്റ്റമറൊക്കെ ഏതെങ്കിലും പിള്ളേഴ്സിനെ പൂച്ചിപ്പെടുത്തായിരുന്ന മരമായിരിക്കും. എനിക്കിഷ്ടമല്ല, ഞാൻ കൊടുക്കാറില്ലല്ലോ. എനിക്ക് തെളിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, എൻ്റെ ഒരു വോയിസ് റെക്കോർഡ് ഉണ്ട്. ഞാൻ കൊടുക്കാറില്ല, എനിക്ക് താല്പര്യമില്ല. എനിക്ക് എൻ്റെതായി ഇഷ്ടപ്പെട്ടൊരു വ്യക്തി ഞാൻ കൊടുക്കും. എനിക്കിഷ്ടമാണ്, ഞാൻ കുറേ നേരം ചെയ്യിക്കും. ശ്വാസമരം മുട്ടിക്കും. എനിക്കിഷ്ടമാണ്, ഇഷ്ടപ്പെടുന്ന വ്യക്തിയായിരിക്കും. അല്ല മൈനു, ആർക്കും ഇഷ്ടമല്ലാത്ത? എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷെ തേൻ ഉപയോഗിക്കരുത്, എനിക്കിഷ്ടമല്ല. തേൻ ഉപയോഗിച്ചിട്ട് ചിലക്ക് ഇഷ്ടമല്ല. എനിക്ക് തേനിനോട് താല്പര്യമില്ല. എനിക്ക് ഐസ്ക്രീമിനോട് താല്പര്യം, തേൻ ഇഷ്ടമല്ല. എനിക്ക് ഒന്നെങ്കിൽ ബീർ ഒഴിക്കുക, ഒന്നെങ്കിൽ ഐസ്ക്രീം, ഒന്നെങ്കിൽ കുണാഫ, ഒന്നെങ്കിൽ ഐസ്. ഈ 4 എനിക്കിഷ്ടം. തേനോട് താല്പര്യമില്ല. എനിക്കിഷ്ടമാണ്, എനിക്ക് തരും. സോറി, എനിക്ക് തരില്ല. ഇഷ്ടമല്ല. കസ്റ്റമർക്ക് നോ അലൗട്ട്. ഏറ്റവും സ്ക്രൈ എക്സ്പ്രഷൻ ഉണ്ടായിരുന്നോ? യുദ്ധം നിന്റെ കച്ചവടത്തിന് ബോധിച്ചോ? യെസ്, യുദ്ധം എന്റെ കച്ചവടത്തിന് ബാധിച്ചു. കസ്റ്റമർ ഇല്ല. ഇന്ന് എത്ര ദിവസമായി? 10-15 ദിവസമായി ഒരു കസ്റ്റമർ കിട്ടിയിട്ട്. ആരുമില്ല. യുദ്ധം എനിക്കും ബാധിച്ചു. യുദ്ധം എല്ലാവർക്കും ബാധിച്ചില്ലേ? എല്ലാ ബിസിനസ്സിനും ബാധിച്ചു യുദ്ധം. എനിക്കും ബാധിച്ചു. കസ്റ്റമർ ഇല്ല. സാലറി, ഓരോരുത്തരുടെ സാലറി കുറച്ചു. സാലറി കുറച്ചപ്പോ നമ്മുടെ എമൗണ്ടിന് കസ്റ്റമർ വരുന്നില്ല. അല്ല, സത്യമല്ലേ മൈനോ? എന്റെ കസ്റ്റമറും വരുന്നില്ലടോ. ഞാൻ ഉദ്ദേശിച്ച സാലറി തരാൻ കാശില്ല. കാരണം സാലറി കട്ട് ചെയ്തു എല്ലാവർക്കും. 50-50 ആക്കി സാലറി. അതുകൊണ്ട് കസ്റ്റമർക്ക് ഞാൻ ചോദിക്കുന്ന തുക തരാൻ ഡിസ്കൗണ്ട് ഞാൻ കൊടുക്കത്തില്ല. കുറെ ആളുകൾക്ക് ജോലി പോയി. മനസ്സിലായി. എനിക്ക് അതുകൊണ്ട് കച്ചവടം ചേച്ചിക്കൂല്ല.